ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ സ്വർഗം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവഭയം അറ്റുപോയ ഈ കാലഘട്ടത്തെ കർത്താവിൻ്റെ ആത്മാവിനാൽ ഉണർത്തുവാനും ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവിനായി രൂപപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ശിലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56-ാമത്തെ വചനത്തിൽ, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം. കാലത്തിൻ്റെ ഭാവഭേദങ്ങൾ, ആകാശത്തിൻ്റെ ഭാവരൂപങ്ങളെല്ലാം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? ഇത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. ഇന്ന് എന്നോടും നിന്നോടുമാണ് ഈ ചോദ്യം കർത്താവ് ആവർത്തിക്കുന്നത്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു? നമുക്കറിയാം എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. അവിടെ പൗലോസ്ലീഹ വളരെ ശക്തമായ ഭാഷയിൽ ദൈവജനത്തോട് പറയുകയാണ്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകളല്ലേ? ഈ ചോദ്യമാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ലോകം നൽകുന്ന വെറിക്കൂത്തുകൾ അനുഭവിച്ച് ജീവിക്കാനുള്ള സമയമല്ല ഇത്. ദൈവഭയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ട സമയം. തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? നമ്മളായിരിക്കുന്ന ഈ നാളുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ സത്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത, വെറും ആവശ്യകതയല്ല, അതിൻ്റെ അർജൻസി നമ്മൾ തിരിച്ചറിയുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ ഈ കാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് സംസാരിച്ചു. സയൻസ് ഓഫ് ടൈംസ്, ഈ കാലത്തിന്റെ അടയാളങ്ങളാണ്. കർത്താവേ, നിന്റെ ആഗമനത്തിന്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ അടയാളങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചത്. കർത്താവ് പറഞ്ഞു, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വ്യാജ പ്രവാചകരുണ്ടാകും, വ്യാജ പ്രബോധകരുണ്ടാകും, കള്ള ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ അനേകരെ വഴിതെറ്റിക്കും. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകവ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകും, ഭീകര സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും, ഭൂകമ്പങ്ങളും കഠിനമായ ക്ഷാമവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം സംഭവിക്കും, പകർച്ചവ്യാധികൾ ഉണ്ടാകും. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ കണ്ടു, കോവിഡ് പോലെയുള്ള വിവിധങ്ങളായ വിചിത്രങ്ങളായ
മഹാമാരികൾ, പകർച്ചവ്യാധികൾ, ഇത് അവിചാരിതങ്ങളല്ല എൻ്റെ സഹോദരങ്ങളെ. ഇത് കാലത്തിൻ്റെ അടയാളമാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ദിനങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. തങ്ങളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവായ യേശുവിനെയും കർത്താവിൻ്റെ സഭയെയും സത്യവിശ്വാസത്തെയും അനേകർ വിട്ടുപേക്ഷിക്കുന്ന കാലം. യേശുവിനെ പ്രതി, അവിടുത്തെ വചനത്തെ പ്രതി ഭീകരമായ പീഡനങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അവർ നിങ്ങളെ അനേകരെ വധിക്കും, നിങ്ങളെ അവർ ദ്രോഹിക്കും. എൻ്റെ നാമനിമിത്തം സകല മനുഷ്യരാലും നിങ്ങൾ വെറുക്കപ്പെടും. എത്ര കൃത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ ഓരോ വചനവും. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം കാലത്തിന് അടയാളങ്ങളാണ്. പാപത്തിൻ്റെ അതിപ്രസരം മൂലം അനേകം ഹൃദയങ്ങളിൽ സ്നേഹം തണുത്തുപോകും. വളരെ പ്രധാനപ്പെട്ട ഒരു അടയാള കർത്താവ് പറഞ്ഞത്, സ്നേഹം തണുത്തുപോകും. വഴിവിട്ട അരാജകത്വങ്ങൾ മൂലം അനേകം കുടുംബങ്ങൾ തകർക്കപ്പെടും. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. എന്നുവേണ്ട വിവിധങ്ങളായ അടയാളങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുക്കുകയാണ്. അത് ഈ കാലഘട്ടത്തെ നോക്കിയാണ്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും ഇതുപോലെ ചില അടയാളങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആക്ഷരികമായി, ലിറ്ററലി ഈ അടയാളങ്ങളെല്ലാം കൃത്യതയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിർണായകമായ സമയത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ സമയം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള നേരമാണ്. ദൈവത്തിൻ്റെ ജനം ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകളാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലൻ യോഹന്നാൻ ഒരു വലിയ ദർശനം കാണുകയാണ്. മധ്യാകാശത്തോടു കൂടെ ഒരു ദൈവദൂതൻ വളരെ വലിയ സ്വരത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. വെളിപാട് പുസ്തകം 14 അധ്യായം 6-7 വചനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ സ്ക്രീനിലോട്ട് നോക്കി ഒന്നിച്ച് ഒരുമിച്ച് വായിക്കുക. മധ്യാകാശത്തോടു കൂടെ പറക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. കാലഘട്ടത്തിന്റെ സുവിശേഷം, ഈ ലോകത്തെ അറിയിക്കുവാനുള്ള സുവിശേഷം, ഈ തലമുറയ്ക്ക് വേണ്ട ദൈവത്തിന്റെ ആലോചനകൾ, എല്ലാ ജനപദങ്ങൾക്ക് ആവശ്യമായ പ്രവചന ദൂത് ആ ദൂതന് നൽകുകയാണ്. 7-ാം വചനത്തിൽ ആ ദൂതൻ എന്താണ് എല്ലാ ഭാഷക്കാരോടും ഗോത്രങ്ങളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യുന്നത്? അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് സ്വരമുയർത്തിയ വചനം വായിച്ച്. അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക. എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു പറഞ്ഞ്, ദൈവത്തെ ഭയപ്പെടുക. എന്റെ സഹോദരങ്ങളെ, വളരെ കൃത്യമായി യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു ഉച്ചസ്വരത്തില്, ദൈവത്തെ ഭയപ്പെടുക. ഇത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള സമയം. ഇത് ഏതാനും വ്യക്തികൾക്കുള്ളതല്ല, എല്ലാ ഭാഷക്കാർക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ രാജ്യങ്ങൾക്കും, സകല ജനപദങ്ങൾക്കുമായി കർത്താവ് ഈ ദൂത് കൊടുക്കുകയാണ്. ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം. രണ്ടാമത് ദൈവദൂതൻ വിളിച്ചു പറഞ്ഞു, അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം നൽകുക. എന്റെ സഹോദരങ്ങളെ, ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ,
എന്റെ സഹോദരങ്ങളെ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിന്റെ ജീവിതമാകണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കുന്നവരാകണം. ഇവിടെയാണ് ഈ ജീവിതത്തിന്റെ അർജൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിളിയുടെ അത്യാവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഉച്ചസ്വരത്തിൽ ഈ ദൈവദൂതൻ വിളിച്ചു പറയുന്നത്? മൂന്നാമത്തെ കാര്യം ആ വചനം എല്ലാവരും ഒന്നിച്ച് വായിച്ചേ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ഇത് ദൈവനീതിയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് ദൈവനീതിയുടെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിന് വിവിധ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താ? ഇതാ ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു. മക്കളെ, നിങ്ങൾ ദൈവഭയത്തോടെ ജീവിക്കുക, നിങ്ങൾ അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പാപത്തെ വിട്ടുപേക്ഷിക്കുക, കർത്താവിലേക്ക് തിരിയുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുക, ധാരാളം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് അനേകമിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ ദൂത് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇത് തമാശ പറഞ്ഞിരിക്കേണ്ട സമയമാണോ? ആണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിന്റെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നമുക്ക് സമയം കളയാനില്ല. ഈ ലോകത്തിന്റെ സുഖലോലുപതയുടെ പുറകെ പോയി നേരം കളയാൻ നമുക്കിനി സമയമില്ല സഹോദരങ്ങളെ. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ പോകുന്നു. അതിനാൽ തന്റെ ജനത്തെ നോക്കി ദൈവം പറയുകയാണ്, ദൈവഭയത്തോടെ ജീവിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക, കർത്താവിന് പ്രസാദകരമായി ജീവിക്കുക. നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിന്റെ മർമ്മം മനസ്സിലാകുന്നുണ്ട്? ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ പൊരുൾ, ഇതിന്റെ വെളിപാട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഉച്ചസ്വരത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇത് മനസ്സിലാക്കണം. വീണ്ടും വെളിപാട് പുസ്തകം 10:6 വീണ്ടും യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. മറ്റൊരു ദൂതൻ വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു. ആ ദൈവദൂതൻ ആണയിട്ട് പറയുകയാണ്, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ പറഞ്ഞ വചനം, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഒരല്പം കൂടി സ്വരമുയർത്തി പറഞ്ഞേ, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഇനി കാലതാമസം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ? എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ മതിയോ? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയം. ദൈവഭയത്തോടെ, അവിശുദ്ധമായ ഭയം, കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ നമ്മൾ ജീവിക്കേണ്ട സമയം. പാപത്തെ പൂർണ്ണമായും വിട്ടുപേക്ഷിക്കേണ്ട ഒരു കാലമാണിത്. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. നോഹതൻ ദിനങ്ങൾ ഓർക്കുവിൻ, ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി യേശു വരും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യാധാരണയല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടല്ല. 2000 വർഷമായിട്ടുള്ള
തിരുസഭയുടെ വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം, വീണ്ടും വരവ്. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്താകും? ഇന്ന് നമ്മുടെ ജീവിതം ദൈവഭയത്തിന്റെ ആത്മാവിലാണോ, ദൈവവിചാരത്തോടുകൂടെയാണോ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ നമുക്ക് തോന്നിയതുപോലെയാണോ? ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ അനുഭവിക്കുവാൻ, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ ആസ്വദിക്കുവാൻ കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളഞ്ഞ് നമ്മുടെ കർത്താവിനോട് ഡിസ്റെസ്പെക്റ്റ്, അനാദരവ് കാണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നാശമാണെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഹ ഇതേ സത്യമാണ് സഭ മക്കളോട് പറയുന്നത്. താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം, ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകൾ. ഇത് സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാളെ ലോകം അവസാനിക്കുന്നല്ല എൻ്റെ അർത്ഥം. പാപം നിറഞ്ഞ ഈ പാപ സംസ്കാരത്തിന്, ഈ മ്ലേച്ഛതയുടെ സംസ്കാരത്തിന് കർത്താവ് ഒരു അറുതി വരുത്താൻ പോവുകയാണ്. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദൈവജനത്തോട് പരിശുദ്ധ റൂഹ പറയുകയാണ്, ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണ്.